എല്ലാവർക്കും നമസ്കാരം. ഞാനിവിടെ ഒരു മത്തങ്ങ വറുത്ത എരിശ്ശേരി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പം അതിലേക്ക് ഞാനൊരു 200 ഗ്രാം മത്തന എടുത്തിട്ടുണ്ട് കേട്ടോ. നന്നായി കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്ത് വെച്ചാണ്. ഇത്രയും വലിയ വലിയ പീസുകളായിട്ട് കട്ട് ചെയ്തിരിക്കുന്നത്. ഇത്രയും വലിയ പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി നമുക്കിത് പാനിലിട്ട് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം. വേവാനുള്ള വെള്ളം. ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയല്ല മുളക് പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി. ഇനി ഇതിലേക്ക് കുരുമുളക് പൊടി കേട്ടോ ചേർക്കുന്നു. കുരുമുളക് പൊടി ചേർത്ത ഇതിലേക്ക് ടേസ്റ്റ്. ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. ഒന്ന് വേവട്ടെ. മൂടി വെച്ചിട്ട് വേവിക്കാം. ഇതിലേക്ക് വേണ്ടിയിട്ട് ഞാനൊരു 1/2 കപ്പ് വൻപയർ എടുത്തിട്ട് കുതിർത്തിയിട്ട് നന്നായി വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് വേവിച്ച് വെച്ച വൻപയറാണ്. അത് ഉപ്പിട്ടിട്ട് വേവിച്ച് വെച്ചതാണ്. ഒന്ന് മൂടി വെച്ചിട്ട് വേവിക്കാം. ഇതിലേക്ക് ഇനി അരപ്പിന് വേണ്ട സാധനങ്ങൾ നോക്കാം. ഒരു 1/4 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്, ചെറിയ തേങ്ങ ഒരു 1/4 കപ്പ്. പിന്നെ ഒരു കാന്താരി മുളക് ഒരു 4-5 എണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു 1/2 ടീസ്പൂൺ നല്ല ജീരകം, കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് അത് അവിയലിനേക്കാളും കുറച്ചും കൂടി ആയിട്ട് ചതച്ചെടുക്കണം കേട്ടോ. അവിയലിൻ്റെ പരുവല്ല, അവിയലിന് ഒന്ന് മെല്ലെ ചതക്കല്ലേ വേണ്ടുള്ളൂ. ഇത് അതിനേക്കാളും കൂടുതൽ ഒന്നും കൂടി ചതച്ചെടുക്കണേ. ഒന്ന് ചതച്ചെടുക്കാം. അതിലേക്ക് 2 അല്ലി വെളുത്തുള്ളിയും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. ഞാൻ 2 അല്ലി വെളുത്തുള്ളി നമുക്ക് ഇഷ്ടമാണെങ്കിൽ ചേർത്തോളൂ. മത്തനൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ച പയർ ചേർത്ത് കൊടുക്കാം. പയർ ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിൽ ഉപ്പിട്ടത് കാണിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. മത്തനിൽ പയർ ഉപ്പിട്ടിട്ട് തന്നെ വേവിച്ചിരിക്കുന്നു. ഇനി ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പ് പറഞ്ഞാൽ നന്നായി ചതച്ച് വെച്ച തേങ്ങയുടെ കൂട്ടാട്ടോ. തേങ്ങയും ജീരകവും പച്ചമുളകും വെളുത്തുള്ളി 2 അല്ലി വെളുത്തുള്ളിയും കൂടി ചേർത്ത് ചതച്ച് വെച്ചതാണ്. ഇനി ഇതിലേക്ക് ഒരു 1/2 മുറി തേങ്ങ ഞാൻ ചിരവിയിട്ട് വറുത്തിടുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് വറുത്തിടാം. അതിലേക്ക് ഞാൻ പാനിലേക്ക് വെളിച്ചെണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് കടുക് ഇടാം. 2 വറ്റൽമുളക്, കുറച്ച് കറിവേപ്പില, ഇനി ചിരകിയ തേങ്ങ ചേർക്കാം. ഇത് നന്നായിട്ടൊന്ന് ബ്രൗൺ കളറാവുന്നവരെ ഒന്ന് വഴറ്റണം. നന്നായി വറുത്തെടുക്കണം. തേങ്ങ വറുത്തിടുന്നതാട്ടോ. അത് വറുത്തരിശരിക്കൊരു സ്വാദ് കൂട്ടുന്നത്. അപ്പോൾ അതിവിടെ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ.
ഇതിനെ നമുക്ക് എരിശ്ശേരിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഒരു സർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇപ്പോൾ ഇവിടെ ഇത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ അഭിപ്രായം ഒന്ന് അറിയിപ്പിക്കണം കേട്ടോ. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു റെസിപ്പി ആയിട്ട് വരുന്നവരേക്കും താങ്ക് യു.